പറഞ്ഞു ഈ സുറിയാനി ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതയാണ്. അത് തന്നെ ഓരോ പ്രദേശത്തും മാറും. ഇപ്പൊ തൃശ്ശൂരില് തട്ടിൽ പിതാവിരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിലെ സുറിയാനി ഭക്ഷണത്തെ പറ്റി പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് തൃശ്ശൂരത്തെ ഭക്ഷണം. ഇവിടെ ഇല്ല അത്, ആ സുറിയാനി ഭക്ഷണം. പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, തൃശ്ശൂരിൽ ഉപയോഗിക്കും. പക്ഷേ ഇല്ല, കോഴിയും കുമ്പളങ്ങ ഇവിടെ ഉണ്ട്. തൃശ്ശൂരുണ്ട് കോഴിയും കുമ്പളങ്ങ. പിതാവിനോട് ചോദിച്ചു നോക്ക്. എറണാകുളത്തില്ല, പാലായിലില്ല, അങ്കമാലിയിലില്ല, ചങ്ങനാശ്ശേരിയിലില്ല. കോഴിയും കുമ്പളങ്ങയും സുറിയാനി ഭക്ഷണമാണ് തൃശ്ശൂരില്. ചോദിച്ചു നോക്കിയോ. കോഴിയും കുമ്പളങ്ങയും ഓർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, കായും ബീഫും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെയ്യും. പിന്നെ ഒരു കാലം ഇവിടെ മീൻകറിയുണ്ട്. ഞാൻ അത്തനേഷ്യസ് തിരുവേനയും കൂടി ഇവിടെ ഇരിക്കുന്നു. അതിലെ ഈ സീറോ മലബാറുകാരുടെ മാങ്ങയിട്ട മീൻകറിയും യാക്കോബായ്ക്കാരുടെ മാങ്ങയിട്ട മീൻകറിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് എന്താ, സുറിയാനിക്കാരുടെ മീൻകറിയിൽ 500 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 കിലോ 4 കിലോ മീൻ ഇടുള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ളു കിട്ടുള്ളൂ. ശരിയാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ളു കിട്ടും. മാങ്ങാക്കറിയാണ്, പക്ഷെ മീനിന്റെ ടേസ്റ്റ് എവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ്. പറൂര് കൊടകാവ് പള്ളിയിൽ ചെന്നാൽ പറയാം മീൻകറി എന്ന് പറയാൻ എന്നെ പ്രകോപിപ്പിക്കും, ഭക്ഷണം കഴിപ്പിക്കാൻ. അതിന് മുള്ളു കിട്ടൂല. പക്ഷെ യാഗാവക്കാരുടെ ശരിക്കും മീൻ മാങ്ങാക്കറിയാണ്, മീൻ ഇഷ്ടംപോലെ ഉണ്ടാവും. ശരിയല്ലേ? അതിന്റെ വ്യത്യാസമാണ്. ശരിയല്ലേ? ഇത് അങ്കമാലിയിൽ വരുമ്പോൾ പോർക്കിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി, അത് സുറിയാനി ഭക്ഷണമാണ്. കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി. ബീഫ് ഒലത്തിയത് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, കറക്റ്റ് അല്ലേ? ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, അതെല്ലാം സുറിയാനി ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ ചങ്ങനാശ്ശേരിയും കുട്ടനാടും പോകുമ്പോൾ അത് മാറി ഡക്കായി. നമ്മളിവിടെ ഡക്കുണ്ടാക്കുന്നതും ഇപ്പൊ കിഴക്കമ്പലത്ത് ഡക്കുണ്ടാക്കുന്നതും ചങ്ങനാശ്ശേരി കുട്ടനാട് സുറിയാനിയിൽ ഡക്കുണ്ടാക്കുന്നത് 2 രീതിയിലാണ്. അവിടെ കറുത്ത കറിയാണ് ഡക്കിന്റെ, അതെന്താ വറുത്തരച്ചിട്ടുള്ള കറി. ശരിയല്ലേ? വറുത്തരച്ചിട്ടുള്ള കറിയാണ്. ഇവിടുത്തെ കറി പാലൊഴിച്ചിട്ടുള്ള കറിയാണ്, ഇവിടുത്തെ ഡക്ക് കറി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഭക്ഷണത്തിൻ്റെതായ വ്യത്യസ്തതകളൊക്കെ ഭയങ്കര ബുക്ക് എഴുതാം. ഇതിന്റെ കൂടെ ഒരു ബുക്ക് ഡെസാനികളുടെ സുറിയാനികളുടെ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം കൂടി അഡീഷണൽ ആയിട്ട് കൂടി എഴുതണം. ഇല്ലെങ്കിൽ ഞാൻ എഴുതും, ഒരുമിച്ച് എഴുതാം. ഇത് കൾച്ചറാണ്. ഇത് കൾച്ചറാണ്. പല സ്ഥലങ്ങളിലും ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ആ ക്രൈസ്തവരുടെ ഗ്രൂപ്പിൽ ലത്തീൻകാരുടെ അടുത്ത് ചെന്ന കരിമീൻ, ഞങ്ങളുടെ ഗോതുരത്തിലേക്ക് ചെന്ന കരിമീൻ മപ്പാസരും ഓരോ സ്ഥലത്തും. പിന്നെ അവർ തലേ ദിവസം മറ്റേ പോട്ടിക്കറിയുന്നു, പോട്ടി സ്ത്രീകളെല്ലാം ഇരുന്ന് പ്രിപ്പയർ. ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. കാലങ്ങളായി രൂപപ്പെട്ടു എന്നാണ്. ഭക്ഷണവും അതിന്റെ ഭാഗമാണ്. അതെല്ലാം വ്യത്യാസവും. അപ്പൊ ഇതെല്ലാം ഈ കേരളത്തിന്റെ നസ്രാണി ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. എപ്പോഴും നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം, കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ, നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു പോകാൻ. ഇപ്പോ അഗസ്റ്റിൻ സാറുണ്ട്, മരിച്ചുപോയി അദ്ദേഹം. തിരുവനന്തപുരത്ത് ലൈബ്രറിയൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാം വായിക്കേണ്ടതാണ്, ക്രൈസ്തവരെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ചും വിവിധ ഡിനോമിനേഷൻ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ അപ്പോഴാണ് അതിലാണ് നോക്കുന്നത്, ഓരോന്നിനെ പറ്റി. കേരളത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും, ഇപ്പോ കത്തോലിക്ക മിഷണറിമാരാണെങ്കിലും അതുപോലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണെങ്കിലും ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമായി രൂപപ്പെടുത്തിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, അടിമത്വം അവസാനിപ്പിക്കുന്നത് തുടങ്ങിയുള്ള സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആ മിഷണറിമാരാണ്. ഇപ്പോ എല്ലാ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും ഉണ്ട്. ഇപ്പൊ ജോസഫ് പിറ്റ്, അച്ചടി ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചടി, അടിമത്വം അവസാനിപ്പിക്കാൻ മൺറോ തുരുത്തിൽ പോയ ജോസഫ് പിറ്റ്, അങ്ങനെയുള്ള ഒരു വലിയ ഹിസ്റ്ററി കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാർക്കുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കാനുള്ള കാരണം ഒരു നായർ ഡോമിനേഷൻ കേരളത്തിൽ തകർന്നതിനെ കുറിച്ചുള്ള റോബർട്ട് ജെഫ്രിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ മിഷണറിമാരുടെ റോൾ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ഈ ക്രൈസ്തവർ മിഷണറിമാർ വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ പണ്ട് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ആ പുസ്തകം അതിനകത്തുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ക്രൈസ്തവ സഭാചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ കൂടി
പ്രത്യേകതകളാർന്ന ഒരു ചരിത്രമാണ്. വലിയ റോൾ അത് പ്ലേ ചെയ്തിട്ടുണ്ട് സമരങ്ങളിൽ എല്ലാം. പണ്ട് നമ്മുടെ എബ്രഹാം മാർത്തോമ തിരുമേനി നമ്മുടെ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ആരെയാണ്? സർ സി പിയെ വെല്ലുവിളിച്ചു. അപ്പൊ സി പി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. അപ്പൊ അദ്ദേഹം ഭയന്നില്ല. അപ്പൊ അദ്ദേഹം ബൈബിളിൽ ഹെറോദോസിന്റെ പടയാളികൾ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടപ്പോൾ ക്രിസ്തു പറഞ്ഞവരാണ്. അവരോട് പോയി പറഞ്ഞേക്ക്, ഞാൻ നാളെയും മറ്റന്നാളും ശുശ്രൂഷയുമായി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാൻ ആ കുറുക്കന്മാരോട് പോയി പറഞ്ഞേക്കാനാണ് പറഞ്ഞത്. അത് തന്നെയാണ് എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞത്. അതായത് ആ ബൈബിളിലെ ഭരണകൂടത്തോട് പോരാടി, അല്ലെ? ക്രിസ്തുവും ഭരണകൂടത്തോടാണ് പോരാടിയത്. ചുങ്കക്കാരോട്, പലിശക്കാരോട്. ഇപ്പൊ രണ്ട് മുഖമുണ്ട്, അല്ലെ? നമ്മുടെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ മുഖവും അനീതികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും. ഈ രണ്ട് ഫേസും ഉണ്ട്. അത് എല്ലാം ക്രൈസ്തവ കൾച്ചറിന്റെ, ഇതിനകത്ത് കൾച്ചറിനെ കുറിച്ചാണ്, അതിന്റെ ഭാഗമാണ്. അതാണ് തുടർച്ചയായിട്ട് കേരളത്തിലേക്ക് കിട്ടിയത്. ഇങ്ങനെ ഒരു വലിയ സംരംഭം നടത്തിയതിന് ഞാൻ ഒരിക്കൽ കൂടി MB ജോസഫ് സാറിനെയും സഹപ്രവർത്തകരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുറ്റും.